ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മെയിനായിട്ടും ക്യാരറ്റും മാങ്ങയുമാണ്. അപ്പോൾ ഇത് നമുക്ക് അതിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങയും ക്യാരറ്റും അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നീളത്തിൽ വേണം അരിയാനായിട്ട്. കണ്ടോ, മാങ്ങ ഞാനൊരു അല്പം കൂടി വലിപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കടുക്, പിന്നെ കറിവേപ്പില. ഞാൻ ഉലുവ പൊടിച്ചതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉലുവ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അങ്ങനെ ഉലുവയായിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ വേണ്ട അത്യാവശ്യമുള്ളൊരു കാര്യം കായമാണ്. ഞാനിവിടെ കായം പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലെണ്ണ, ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ലെണ്ണ ഇല്ലെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ കൊണ്ടും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി വേണം അച്ചാറിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ പച്ചമുളക് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഈ കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. നമുക്കൊരല്പം ഉലുവാപ്പൊടി അതേപോലെ തന്നെ കായപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചൊന്ന് എടുക്കാം. നമുക്ക് ആ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോവും ക്യാരറ്റ്. അതുകൊണ്ട് ഒരു ഏകദേശം 1 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും ക്യാരറ്റ് വേവും, ഒരു വാടി വന്നിട്ടുണ്ടാകും. പിന്നെ നമുക്ക് മാങ്ങ കൂടി ചേർത്ത് അതേപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരല്പം വിനാഗിരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡിയാകും. കൂടുതൽ ദിവസത്തേക്കൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ലെണ്ണയൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വേണം അടച്ച് വയ്ക്കാനായിട്ട്. വിനാഗിരി ആഡ് ചെയ്യാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാണ്.